ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തംബ്നെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്, ഒരു ഇടിയപ്പമാണ്. ഇടിയപ്പം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ വേണ്ടേ. എപ്പോഴും നമ്മൾ ഒരേ ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ പുട്ട്, ചപ്പാത്തി, അപ്പം ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ചേഞ്ച് അല്ലേ. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ വെറൈറ്റി ഒക്കെ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫില്ലിംഗ് ഒഴിവാക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് റവയാണ് കേട്ടോ. ഞാൻ വീണ്ടും റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടില്ല. നമുക്ക് പാക്കറ്റിൽ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് വരുന്ന റവയാണിത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന റവ റോസ്റ്റഡ് റവ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്തോളൂ. നമ്മൾ സാധാരണ ഉപ്മാവിനൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കണ്ട ഈ ഒരു റവ. ഒരു പ്രാവശ്യം റോസ്റ്റ് ചെയ്തിട്ട് വരുന്ന റവയാണെങ്കിൽ അത് മതി. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങയാണ്. തേങ്ങയും ശർക്കരയും നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് നല്ല മധുരം ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് മധുരം അത്ര താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തേങ്ങയും ശർക്കരയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. പിന്നെ ഈ 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. നല്ല തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലാണ് പൊടി കുഴയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചത്. അതിൽ കുഴയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമല്ല, തിളച്ച വെള്ളം തന്നെയായിരിക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ റവ നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണ്. നമ്മളിത് ഈ റവ വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കുഴയ്ക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഡബിൾ റോസ്റ്റ് ചെയ്ത റവയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ സിംഗിൾ റോസ്റ്റ് ചെയ്ത റവയുടെ അളവാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ കുഴയ്ക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ഫില്ലിംഗ് വയ്ക്കാതെ ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ കറികൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ഫില്ലിംഗ് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കറികളുടെ ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഫില്ലിംഗ് 2 രീതിയിൽ റെഡിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ റെഡിയാക്കാൻ പോകുന്നത് ഈ തേങ്ങയും ശർക്കരയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്കിനി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്താലും മതി. ചൂടിൽ മെൽറ്റായി വന്നോളും. നെയ്യ് മസ്റ്റാണ്. നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുകയായിരിക്കും നല്ലത്. നെയ്യാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കുഴയ്ക്കാമെന്ന് പറഞ്ഞത്. ഒന്ന് സോഫ്റ്റ് ആവാനും റവയൊന്ന് ടേസ്റ്റായി കിട്ടാനും അതുപോലെ നല്ല സോഫ്റ്റായി കിട്ടാനും എല്ലാമാണ് നമ്മൾ നെയ്യ് ചേർത്ത് കുഴയ്ക്കുന്നത്. അപ്പോൾ തന്നെ കണ്ടോ നമ്മുടെ വെള്ളം അളവ് കുറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്ന് ചൂടൊന്ന് കുറഞ്ഞു വരട്ടെ. നന്നായിട്ട് ചൂട് മാറിയിട്ട് കുഴയ്ക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇടിയപ്പത്തിൻ്റെ പാകത്തിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിൽ, കൈ ചെറുതായിട്ട് പൊള്ളും, ആ ഒരു ചൂടിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇടിയപ്പത്തിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ വറുത്ത ഇടിയപ്പത്തിൻ്റെ പൊടി ചിലപ്പോൾ കിട്ടണമെന്നില്ലല്ലോ. ചിലപ്പോൾ ചില ആളുകളുടെ കയ്യിൽ ഉണ്ടാവില്ല, തീർന്നു ഉണ്ടാവാം. അപ്പോൾ റവയാണുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ചായിട്ട് റവ ഇടിയപ്പം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് മാറ്റി വെച്ചിട്ട് നമുക്കിനി നമ്മുടെ തേങ്ങയും ശർക്കരയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ശർക്കര ചീവിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തിട്ട് ശർക്കരയും തേങ്ങയും വിളയിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ശർക്കര ഇതുപോലെ ചീവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് ഒന്ന് കൈ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി തേങ്ങ ചേർക്കാം. ശർക്കര കുറച്ച് കൂടുതലാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയും 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ശർക്കരയും ചേർത്തുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റഫിങ് റെഡിയാക്കി എടുക്കാം. പിന്നെ വിളയിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് രാവിലെ സമയമൊന്നും ഇല്ലാത്തപ്പോൾ വിളയിക്കാനൊന്നും നിൽക്കണ്ട. ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിന് പൊടി കുഴച്ചിട്ട് ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ കുഴയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്തെടുത്ത് വയ്ക്കുക. ആ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് വീണ്ടും കുഴയ്ക്കുക. കൈ പൊള്ളുമ്പോൾ ചൂട് കയ്യിലേക്ക് ഏൽക്കാതിരിക്കാനാണ് അതുപോലെ ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്കിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കുറച്ചധികം ഹോളുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ
കുറച്ച് ഹോൾസ് കൂടുതലുള്ളതാണ്, വലിയ ഹോൾസ് ഉള്ളതാണ്. ഒരുപാട് വലിയ ഹോളല്ല. നമ്മുടെ കയ്യിൽ 3 ചില്ലുണ്ടാവും ഇടിയപ്പത്തിൻ്റെ. അതിൽ രണ്ടാമത്തെ ചില്ലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ റവയാണല്ലോ, അപ്പോൾ കുറച്ച് വലിയതായിട്ടുള്ള ഹോളാണെങ്കിൽ നമുക്ക് പിഴിയാൻ എളുപ്പമുണ്ടാവും. തീരെ ചെറിയ നൂല് പോലെയുള്ള ആ ഹോളിൽ കൂടെ എടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ ആദ്യത്തെ ഹോളിൽ കൂടി എടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ സാധാരണ ഇടിയപ്പം ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഫില്ല് ചെയ്യുക. പിന്നെ ഇതിൽ ഫില്ലിങ് വെക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ഒന്നും ഉണ്ടാക്കേണ്ട സമയം പോവില്ല, എളുപ്പത്തിൽ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ മാവ് മുഴുവൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് സാധാരണ ഇടിയപ്പം പിഴിയുന്ന പോലെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ അടിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിൽ തടവിക്കോളൂ. വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു ചിന്ത വരികയാണെങ്കിൽ, നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കുഴച്ചതുകൊണ്ട് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇഡ്ഡലി തട്ട് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ വീതം ഇട്ട് കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാനാണ് നമ്മൾ ഇതുപോലെ തേങ്ങ ഇട്ടിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തേങ്ങ ഇട്ടിട്ടാണോ ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത്, അല്ലെങ്കിൽ തേങ്ങ ഇല്ലാതെയാണോ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് പറയാം കേട്ടോ. എനിക്ക് തേങ്ങ ഇട്ട് ഇടിയപ്പം ഇഷ്ടമല്ല, പക്ഷേ ഇവിടെ രാജീവരനൊക്കെ തേങ്ങ ഇട്ട് ഇടിയപ്പമാണ് ഇഷ്ടം. അപ്പോൾ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എല്ലാവരും തേങ്ങ ഇട്ടിട്ടുള്ള ഇടിയപ്പമാണോ ഉണ്ടാക്കുന്നത്? അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും തേങ്ങയുള്ള ഇടിയപ്പമാണോ തേങ്ങ ഇല്ലാത്ത ഇടിയപ്പമാണോ ഇഷ്ടം എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇടിയപ്പം പിഴിയാം. കുറച്ച് പിഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇനി നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ആദ്യം എല്ലാത്തിലും കുറച്ച് വീതം പിഴിയുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ഇടിയപ്പമായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കറി ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു എളുപ്പ വഴി കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാത്തിലും പിഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെക്കുമ്പോൾ നടുഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കുക. കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഫില്ലിംഗ് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൈ കൊണ്ടാണ് വയ്ക്കാൻ എളുപ്പം എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. കൈ കൊണ്ട് വയ്ക്കായിരിക്കും നല്ലത്. നമ്മൾ ഫില്ലിംഗ് എല്ലാം വെച്ച് കഴിഞ്ഞു. ഒരുപാട് ഫില്ലിംഗ് ഇല്ല, നമ്മളൊരു കറി കൂട്ടി കഴിക്കുന്ന രീതിയിൽ ചെറിയൊരു മധുരത്തോടെ കഴിക്കാൻ പാകത്തിലേ ഫില്ലിംഗ് വെച്ചിട്ടുള്ളൂ. ഇനി ഞാനൊന്ന് കൈ കഴിയിട്ടൊക്കെ ബാക്കിയുള്ളത് പിഴിയാം നമുക്ക്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വരുന്നത് നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോകരുത്. റവ ആയതുകൊണ്ട് വേഗം ഡ്രൈ ആയി പോവും. അത് മാത്രം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഫില്ലിംഗ് കവർ ചെയ്ത് വരുന്ന രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കുഴച്ചത് കാരണം ഇതുപോലെ നമുക്ക് പിഴിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇടിയപ്പം എല്ലാം ദാ റെഡിയായി. ഇനി വെള്ളം തിളപ്പിക്കുക. ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുക്കായി കിട്ടാനാണ് ഞാനീ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റവ കുക്കായതാണ് എങ്കിലും തിളയ്ക്കുന്ന വെള്ളത്തിന് മുകളിൽ നമ്മൾ ഇഡ്ഡലി തട്ട് വയ്ക്കുക. ഒന്ന് ആവി വരുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഫ്ഡ് സ്വീറ്റ് ഇടിയപ്പം റെഡി ആയി കഴിയും. അപ്പോൾ ഇനി ഞാനിത് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിയപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി. ഇത് കണ്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഇടിയപ്പം കുക്കായി എന്നുള്ളത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ചെറിയൊരു ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോഴാണ് ആ ശർക്കരയൊക്കെ മെൽറ്റായിട്ടുള്ള മധുരത്തോടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ, ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നോ ഈ റെസിപ്പി എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇതുണ്ടോ, ഇതുപോലെ എടുത്തങ്ങ് മാറ്റാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.